അപ്പോൾ അവിടെ മുതലാണ് നേരെ കൽക്കി ആരംഭിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഓം നമോ നാരായണായ. കൽക്കി അവതാരത്തിന് മുമ്പായിട്ട് ഭൂമിയിൽ വരുന്നതായിരിക്കുന്ന മാറ്റങ്ങൾ. അപ്പോൾ കൽക്കി അവതാരം വരുന്നത് നേരെ കലിയുടെ മൂർധന്യാവസ്ഥയിലാണ് കൽക്കി അവതാരം വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഭൂമിയിൽ ആളുകൾ സദാചാര വിരുദ്ധരായിട്ട് പ്രവർത്തിക്കും എന്ന് പറയാം. പ്രത്യേകിച്ച് സദാചാര വിരുദ്ധത സ്ത്രീകളിലാണ് സംഭവിക്കുക. അപ്പോൾ സാധാരണഗതിയിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ എന്നുള്ള സങ്കല്പം വിട്ടിട്ട് അപ്പോൾ നിരവധി പുരുഷന്മാരെ സ്വീകരിക്കുന്ന സ്ത്രീകളുണ്ടാവും. വീടിൻ്റെ ഭരണം സ്ത്രീകളുടെ കയ്യിലായിരിക്കും. അപ്പോൾ സദാചാരം എന്നൊന്നും ഉണ്ടാവില്ല. അതേപോലെ പുരുഷന്മാരാണെങ്കിലോ നേരെ സ്വന്തം അമ്മ, സഹോദരി, അതേപോലെ തന്നെ പുത്രി, പുത്രൻ്റെ ഭാര്യ, ശിഷ്യ, അവരെ നേരെ അവരുടെ സൗകര്യത്തിനായിട്ട് ഉപയോഗിക്കുകയും സദാചാരം വിട്ടിട്ട് അവരെ സാധാരണഗതിയിലുള്ളതായിരിക്കുന്ന ലൈംഗിക പ്രവൃത്തികളിലേക്ക് നേരെ നീങ്ങും. അപ്പോൾ സദാചാരം എന്നുള്ളത് അതിന് നേരെ നിയമങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ അതിൽ നേരെ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നേരെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഓപ്പൺ സെക്സ് ആണ്. അപ്പോൾ അതാണ് കലികാലത്തിൽ സംഭവിക്കുക. അപ്പോൾ അമ്മ, അച്ഛൻ അങ്ങനെയുള്ളതായിട്ട് ബന്ധങ്ങളിലെ സ്വന്തം കുട്ടി, അത് 1 വയസ്സായ കുട്ടിയായാലും 2 വയസ്സായ കുട്ടിയായാലും പ്രാപിക്കുന്ന അച്ഛന്മാരുണ്ടാകുന്ന അത് സാർവത്രികമാകും. അതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിലും അത് സാർവത്രികമാകുന്ന, അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന നിബന്ധനകളൊന്നും ഉണ്ടാവില്ല. രണ്ടാമതെന്താണ്? രണ്ടാമത് പെട്ടെന്ന് ദേഷ്യം വരിക, വളരെ പെട്ടെന്ന് ദേഷ്യം വരികയും ഉടനെ തന്നെ ആയുധമെടുത്ത് വെട്ടുകയും, അതല്ലെങ്കിൽ നേരെ ബന്ധങ്ങൾക്ക് യാതൊരു അടിസ്ഥാനം ഉണ്ടാവില്ല. അപ്പം അച്ഛൻ, അമ്മ തുടങ്ങിയ ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല. പരസ്പരം മൃഗങ്ങളെ പോലെ ആളുകൾ ജീവിക്കുന്ന, ഒരു പരിധി കഴിഞ്ഞാൽ നേരെ ആഹാരം, മാംസഭക്ഷണത്തിൽ ആളുകൾക്ക് താല്പര്യം കൂടും. അപ്പോൾ മാംസഭക്ഷണമായിരിക്കും ആളുകളുടെ മുഖ്യാഹാരം. അപ്പോൾ ആ സമയത്ത് മാംസം കിട്ടിയില്ലെങ്കിലോ നേരെ മനുഷ്യനെ നേരെ വെട്ടി നേരെ കഴിക്കാൻ പോലും ആളുകൾ മടിക്കില്ല. അതാണ് നേരെ നായ്ക്കളെ ഭക്ഷിക്കും. അതേപോലെ തന്നെ അതൊന്നും കിട്ടിയില്ലെങ്കിൽ മാംസത്തിന് വേണ്ടിയിട്ട് മനുഷ്യനെ തന്നെ കൊന്ന് ഭക്ഷിക്കുന്ന ഒരു കാലം വരും. അതാണ് കലി വരുമ്പോൾ ഉള്ളതായിരിക്കുന്ന രണ്ടാമത്തെ കാര്യം. പിന്നീട് ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന, വികാരാധീനരാകും. അപ്പോൾ എന്തെങ്കിലും നമുക്കിഷ്ടപ്പെട്ടത് കാണാതെ വന്നു കഴിഞ്ഞാൽ ആയുധമെടുക്കുന്ന സമ്പ്രദായം വരും. അപ്പം അതാണ് നേരെ ആളുകൾ കലിയിൽ പെട്ടെന്ന് ആയുധധാരികളാവും. ആയുധം കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ആരെയും കൊല്ലാൻ മടിക്കില്ല. അവിടെ ബന്ധങ്ങൾക്കും നിയമങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തി ഉണ്ടാവില്ല എന്നാണ്. അതേപോലെ തന്നെ നേരെ ഉത്തമ പ്രവൃത്തി ചെയ്യേണ്ടതായിരിക്കുന്ന ആളുകൾ, നേരെ ഉത്തമ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ സാധാരണ ബ്രാഹ്മണ വൃത്തി എന്ന് പറയും. ബ്രാഹ്മണ വൃത്തി എന്ന് വെച്ചാൽ ബ്രാഹ്മണം എന്ന് വെച്ചാൽ ഒരു കുലമല്ല, ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ജാതിയല്ല. അതായത് നേരെ ആളുകളെ പഠിപ്പിക്കുക എന്ന സമ്പ്രദായമാണ്. അപ്പോൾ അവർ നേരെ ഓരോ വീടുകളിലും പോയിട്ട് നേരെ പൂജകൾ വേണോ 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 എന്ന് ചോദിച്ച് നടക്കുന്ന, സാധാരണ പൂജ വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പോയിട്ട് വിളിക്കുന്നതിന് പകരം അവർ നേരെ ദാരിദ്ര്യം കൊണ്ടും മറ്റെല്ലാ കാര്യങ്ങളെ കൊണ്ടും നേരെ ഗ്രഹങ്ങളിൽ, ഓരോ ഗ്രഹങ്ങളിൽ പോയിട്ടും പൂജകൾ വേണോ. അതേപോലെ തന്നെ പുണ്യഗ്രന്ഥങ്ങൾ സാധാരണ പുണ്യസ്ഥലങ്ങളിലോ നേരെ തുറസായിരിക്കുന്ന സ്ഥലങ്ങളിൽ ശുദ്ധവായുവുള്ള സ്ഥലത്താണ് നടത്തുക. ഇതങ്ങനെയല്ല. ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന ആ രൂപത്തിൽ ആളുകൾ നേരെ പുണ്യഗ്രന്ഥങ്ങൾ വായിക്കാനായിട്ട് വീടുകളിൽ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ ആരംഭങ്ങളിലാണ് വരുമ്പോൾ നേരെ ഏതെങ്കിലും തരത്തിലൊരു വീട്ടിൽ വിശേഷം ഉണ്ടാകുമ്പോൾ പോയി ഭാഗവതാദികൾ വായിക്കുക. അപ്പം അങ്ങനെയുള്ള സമ്പ്രദായം വരും. അപ്പോൾ അവിടെ വായിക്കണ്ടേ ഇവിടെ വായിക്കണ്ടേ എന്ന് വരും. അത് രാമായണത്തിലും അങ്ങനെ തന്നെയാണ്. രാമായണത്തിൽ നേരെ ഇങ്ങനെ ഓരോ വീടുകളിൽ പോയിട്ട് രാമായണം വായിക്കുന്ന സമ്പ്രദായങ്ങൾ ആരംഭിച്ചു. കാര്യം നല്ലതാണെങ്കിൽ പോലും നേരെ ഇത് ഉത്തമമായിരിക്കുന്ന ഒരു സ്ഥലത്ത് ചെന്ന് ഈ പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുക, അവിടെ വന്നാലേ അത് സത്സംഗമാവുകയുള്ളൂ എന്നാണ്. അപ്പോൾ കലികാലത്തിൽ സത്സംഗം ഉണ്ടാവില്ല. ഗ്രന്ഥങ്ങൾ, പൂജകൾ, അതേപോലെ തന്നെ യജ്ഞങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് നേരെ ചോദിച്ച് നടത്തുന്ന സമ്പ്രദായങ്ങൾ വരും. അതുകൊണ്ടാണ് ശ്രേഷ്ഠമായിരിക്കുന്ന നദീതീരങ്ങളിലും മറ്റും നടക്കുന്നതായിരിക്കുന്ന യജ്ഞങ്ങൾ
പ്രത്യേകിച്ച് ചണ്ഡികാഹവനം ഒക്കെ തന്നെ നേരെ അത് ഉത്തമമായിരിക്കുന്ന അതിന് പ്രത്യേകമായിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് നദീതീരങ്ങളിലൊക്കെ നടക്കുന്നതിന് പകരം വീടുകളിൽ നേരെ ഇത്തരത്തിലുള്ളതായിരിക്കുന്ന യാഗങ്ങളും ഹോമങ്ങളൊക്കെ നടക്കാനുള്ള കാരണം അതിൻ്റെ സൂചനയാണ്. അപ്പോൾ യാഗാദികർമ്മങ്ങളും ഹോമാദികർമ്മങ്ങളൊക്കെ തന്നെ സാർവത്രികമായിട്ട് അങ്ങോട്ട് ചോദിച്ച് നടത്തും എന്നാണ്. അപ്പോൾ ആവശ്യക്കാരൻ ഇങ്ങോട്ട് വരില്ല, ആവശ്യക്കാരെ കണ്ടെത്തിയിട്ട് നേരെ ഈ പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുകയും അതേപോലെ തന്നെ നേരെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന സമ്പ്രദായമായിട്ട് വരും. അപ്പം അതിൽ പിന്നീട് എന്താണ്, പുണ്യക്ഷേത്രങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും കണക്ക് പറഞ്ഞിട്ട് നേരെ ദക്ഷിണ വാങ്ങിക്കുന്ന സമ്പ്രദായങ്ങൾ വരും. അപ്പോൾ കണക്ക് പറഞ്ഞ് നേരെ പണം വാങ്ങിയിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ കർമ്മികൾ കണക്ക് പറഞ്ഞ് കണം വാങ്ങുമ്പോൾ അത് കലികാലത്തിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് വരും. അപ്പം അതേപോലെ തന്നെ എല്ലായിടത്തും അശുദ്ധികൾ നേരെ കളിയാടാൻ സാധിക്കും. അപ്പോൾ എല്ലാ തെരുവീഥികളിലും നേരെ അഴുക്കുകൾ വരും. അപ്പോൾ ശുദ്ധിയല്ലാത്തതാണ് ശുചിത്വം എന്ന് പറയുന്നത് ഇല്ലാതായിട്ട് തീരും. അപ്പോൾ സ്ത്രീ പുരുഷന്മാർ ശുചിത്വം ഇല്ലാത്തവരായിട്ട് തീരും. അപ്പം അതുകൊണ്ടാണ് ഭൂമിയിൽ എല്ലാം തന്നെ ആ അശുചി ധാരാളമായിട്ട് ഇങ്ങനെ പടർന്നു പിടിക്കുന്ന. അപ്പോൾ അശുദ്ധിയുടെ ഫലമായിരിക്കുന്ന രോഗങ്ങളും വരും. അപ്പോൾ രോഗാണുക്കൾ ഇങ്ങനെ വ്യാപരിച്ച് നടക്കും. അപ്പോൾ പകർച്ചവ്യാധികൾ വരും. അതെല്ലാം കഴിയുമ്പോൾ ആളുകൾ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്ന സമയത്ത് ദുഷ്ടന്മാർ വർദ്ധിക്കും, ശിഷ്ടന്മാരില്ലാതെയായിട്ട് തീരും. അപ്പോൾ ദുഷ്ടന്മാർ വർദ്ധിക്കുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് നേരെ ആളുകൾ രാജാക്കന്മാർ കൊള്ളക്കാരായിട്ട് മാറുന്നതാണ് പറയും. രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ ഭരണാധികാരികൾ കൊള്ളക്കാരായിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ അതിൻ്റെ ആ സമയത്ത് എതിർപ്പുകൾ ഉണ്ടാവും. അപ്പോൾ നാട്ടിൽ കലാപങ്ങൾ വർദ്ധിക്കും. അപ്പോൾ ആ സമയത്താണ് കൽക്കി നേരെ അവതരിച്ചിട്ട് നേരെ ആ അധർമ്മികളായിരിക്കുന്ന ഭരണാധികാരികളെ ഇല്ലാതാക്കുക, അതേപോലെ സദാചാര വിരുദ്ധമായിട്ട് പെരുമാറുന്നവരെ ഇല്ലാതാക്കുക. അതിനുശേഷം നേരെ ഏതാണ്ട് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ആളുകളെയും നിശേഷമില്ലാതാക്കുമ്പോൾ ഭൂമിയിൽ അവശേഷിക്കുന്ന കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ മുതലാണ് നേരെ കൽക്കി ആരംഭിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കൽക്കിയിൽ ദുഷ്ടന്മാർ പൂർണ്ണമായിട്ട് അമർച്ച ചെയ്യും, അവരെ ഇല്ലാതാക്കി കളയും. അപ്പോൾ അതിൽ അവശേഷിക്കുന്ന ഒരു പിടി ആളുകൾ മാത്രമേ അതിൽ ശേഷിക്കുന്നുള്ളൂ. അപ്പോൾ സജ്ജനത്തോട് കൂടിയിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതായിരിക്കുന്ന ആളുകൾ, ഈശ്വരധ്യാനങ്ങൾ ചെയ്യുന്ന ആളുകൾ, അതേപോലെ ഈശ്വര ആരാധന ചെയ്യുന്നവർ, അവർ മാത്രം ശേഷിക്കും. ഭക്തി എല്ലാവരെയും ഉന്മൂലനാശനം ചെയ്യും. അപ്പോൾ ആളുകൾ നേരെ ഇല്ലാതെയായിട്ട് തീരും. അപ്പോൾ ശാന്തികർമ്മങ്ങളൊക്കെ നടത്തും. പുണ്യക്ഷേത്രങ്ങളിലൊക്കെ തന്നെ പാപികൾ വന്ന് നിറയും. പുണ്യക്ഷേത്രങ്ങളിൽ പാപികൾ വന്ന് നിറയും. അപ്പോൾ പാപികൾ നിറയുന്ന സമയത്താണ് അവിടെ അശുദ്ധികൾ വരിക. അപ്പോൾ അവിടെ അവരുടേതായിരിക്കുന്ന അശുദ്ധികളും എല്ലാം തന്നെ അവിടെ നിക്ഷേപിക്കും. മാലിന്യങ്ങളുടെ കൂമ്പാരം വരും. ആ സമയത്ത് നേരെ കൽക്കി വരാൻ സമയമായി എന്നർത്ഥം. അതേപോലെ പുണ്യമായിരിക്കുന്ന സ്ഥലങ്ങളാണ് ആശ്രമങ്ങൾ എന്ന് പറയും. അപ്പോൾ ആശ്രമം എന്ന് പറഞ്ഞാൽ എന്താണ്, നേരെ മഹർഷി വര്യന്മാർ തപസ് ചെയ്തിട്ട് എത്രയോ കാലം ഏകാന്തമായിട്ട് നിരാഹാരത്തോടു കൂടിയിട്ട് ആഹാരം കഴിക്കാതെ വായുഭക്ഷകരായിട്ട് തപസ് ചെയ്ത യോഗീശ്വരന്മാരുണ്ട് ഹിമാലയ സാനുക്കളിൽ. ആ യോഗീശ്വരന്മാരുടെ ആശ്രമങ്ങൾ മുഴുവൻ തന്നെ ആരാണ്? അപ്പോൾ ആശ്രമ യവനാരുദ്ധ എന്നാണ് പറയുന്നത്. അതൊക്കെ തന്നെ വിദേശികളായിരിക്കുന്ന ആളുകൾ, സനാതനധർമ്മവുമായിട്ട് കുലബന്ധം പോലും ഇല്ലാത്ത ആളുകൾ വന്ന് കൈയടക്കുകയും അവിടെ ആശ്രമ വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയും അവിടെ അസംബന്ധമായ കാര്യങ്ങൾ, സദാചാര വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് അവർ ആശ്രമത്തിൻ്റെ പേരിൽ നേരെ കൊടികുത്തി വാഴുകയും ചെയ്യും. അപ്പോൾ ആളുകൾ നല്ലതേത് ശരിയേത് എന്ന് തിരിച്ചറിയാതെ ആളുകൾ വിഷമിക്കുന്ന, ആരാണ് നല്ലത്, ഏതാശ്രമമാണ് നല്ലത് എന്ന ആളുകൾ ഇങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നേരെ ആശ്രമങ്ങളും അതേപോലെ തന്നെ സന്യാസ മഠങ്ങളും എല്ലാം തന്നെ ദുഷിക്കും. അപ്പോൾ ആശ്രമങ്ങളൊക്കെ തന്നെ വിദ്യാകേന്ദ്രങ്ങളാണ്. അപ്പോൾ വിദ്യാകേന്ദ്രങ്ങളായിരിക്കുന്ന ആശ്രമങ്ങളൊക്കെ തന്നെ നേരെ കെട്ടി മറച്ചതായിരിക്കുന്ന മഠങ്ങളായിട്ട് അധപ്പതിക്കുന്നതാണ് പറയും. അവിടെ ദുരാചാരങ്ങളും അതേപോലെ തന്നെ പല ദുഷ്കർമ്മങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ പൊതുവെ സനാതനധർമ്മം ക്ഷയത്തിലേക്ക് വരുമ്പോഴാണ് കൽക്കി അവതരിക്കുന്നത്. അതാണ് കൽക്കി അവതാരത്തിൻ്റെ പ്രാരംഭം. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ബാധിക്കുന്നതാണ് സൽക്കർമ്മങ്ങളിലാണ് ആദ്യം ബാധിക്കുക. അപ്പോൾ ക്ഷേത്രങ്ങളിൽ വരും. അപ്പോൾ ക്ഷേത്രങ്ങളിൽ നേരെ ആരാധനകൾക്ക് മാറ്റം വരും. അപ്പോൾ അതേപോലെ തന്നെ പിന്നീട് ആളുകൾക്ക് ധനത്തിൽ ആസക്തി വരുന്നതാണ് പറയും. അപ്പോൾ ധനത്തിൽ ആസക്തി വരിക, അതേപോലെ പുണ്യസങ്കേതങ്ങളിലൊക്കെ തന്നെ
ആ പ്രകൃതി വിരുദ്ധര് നേരെ ആധിപത്യം സ്ഥാപിക്കും. അപ്പം അതിൻ്റെ അർത്ഥം കലി അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് പ്രാപിക്കുന്നു. പിന്നീട് സദാചാര ബോധം നഷ്ടപ്പെടും. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന ആ എല്ലാ തരത്തിലുള്ള സദാചാര ബോധമൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് കൽക്കി വന്നിട്ട് അവരെ ഇല്ലാതാക്കിയിട്ട് പിന്നീട് ഒരുപിടി നല്ലവർ മാത്രം ഉണ്ടാകും. അവരിൽ നിന്ന് വീണ്ടും ഈ ലോകം ഉണ്ടായിട്ട് തീരും. അതാണ് കൽക്കി അവതാരത്തിൻ്റെ ലക്ഷണമായിട്ട് ഭാഗവതാദി പുരാണങ്ങൾ എടുത്തു പറയുന്നത്.